ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് പെർക്വിസിറ്റ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് അതിൻ്റെ വാല്യുവേഷൻ, അതിൻ്റെ ഡീറ്റെയിൽസ് അത് നമുക്ക് പോകാം. ഇതിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ അതിൻ്റെ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് യു ഷുഡ് ഹാവ് ഫിനിഷ്ഡ് യുവർ നോട്ട്സ്. അപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ ഇനി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം, എങ്ങനെയാണ് വരുന്നത്. ഒരു പ്രാവശ്യം കൂടി ഞാനത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് പെർക്സ് എന്നും അതിൻ്റെ വാല്യുവേഷൻ എന്താണെന്നാണ് ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ് വി ക്യാൻ സീ ദാറ്റ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നമുക്കറിയാം ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സും പിന്നെ ടാക്സബിൾ പെർക്വിസിറ്റ്സും. ടാക്സബിൾ എന്ന് പറയുമ്പോൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 7 തരത്തിലുള്ള ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്സ് ആണുള്ളത്. ഇത് പഠിച്ചില്ലെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റണം ഏതൊക്കെയാണ് ടാക്സ് ഫ്രീ പെർക്സ് ആയിട്ട് വരുന്നത്. അതിൻ്റെ അടുത്ത് ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ള വേർഡിങ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് അതിൻ്റെ വാല്യുവേഷനും കൂടി ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത്. മെഡിക്കൽ ബെനിഫിറ്റ്സ് ടാക്സ് ഫ്രീ ആണ്, അതായത് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന മെഡിക്കൽ ബെനിഫിറ്റ്സ് ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ ചിലവുകൾ വരികയോ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ചിലവുകളെ എംപ്ലോയർ അത് റീഇംബേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്, ബട്ട് കണ്ടീഷൻസ് അപ്ലൈ. അവരുടെ ഹോസ്പിറ്റലായിരിക്കണം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലായിരിക്കണം. ഇഫ് ദ ട്രീറ്റ്മെൻറ്റ് ഇസ് ഡൺ ഇൻ എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ദ ഫുൾ എമൗണ്ട് റീഇംബേഴ്സ്ഡ് ബൈ ദ എംപ്ലോയർ വിൽ ബി ടാക്സബിൾ. അതാണ് ആ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഇഫ് ദ ട്രീറ്റ്മെൻറ്റ് ഈസ് ഇൻ എനി പ്രൈവറ്റ് ഹോസ്പിറ്റൽ ദ ഫുൾ എമൗണ്ട് വിൽ ബി ടാക്സബിൾ. അപ്പോൾ മെഡിക്കൽ ബെനിഫിറ്റ്സ് ആർ tax-free perks provided the treatment should be in a government hospital or an approved hospital or in a hospital owned by the employer. Tea or snacks provided the workplace. ഇതൊക്കെ നോട്ട്സിൽ ഓൾറെഡി ഉള്ളതാണ്. യു മേ റൈറ്റ് ഡൗൺ അഗെയിൻ. ആ നോട്ട്സ് ഇല്ലാത്ത കുട്ടികൾക്ക് ഇവിടെ നിന്ന് PPT സ്ലൈഡിൽ നിന്ന് എഴുതിയെടുക്കാം. ടീ ഓർ സ്നാക്സ് അറ്റ് ദ വർക്ക് പ്ലേസ്. റെസിഡൻഷ്യൽ അക്കോമഡേഷൻ പ്രൊവൈഡഡ് ദ സൈറ്റ്, വർക്ക് പ്ലേസിൽ കൊടുക്കുന്ന അക്കോമഡേഷൻ, ഇത്തരത്തിലുള്ള ലീവ് ട്രാവൽ കൺസെഷൻ, ഓൾ ദോസ് തിങ്സ് വി ഓൾറെഡി ഡിസ്കസ്ഡ്. സോ ദീസ് ആർ ദ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്. ഏഴാമത്തെ ഒന്ന് നോട്ട് ചെയ്യൂ. ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഓർ ലോൺ അറ്റ് കൺസെഷണൽ റേറ്റ്സ്. ഇൻ ദ ബ്രാക്കറ്റ് ഇറ്റ് ഇസ് പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് ദ ലോൺ എമൗണ്ട് എക്സീഡ്സ് ₹20,000 ഇറ്റ് വിൽ ബി ടാക്സിബിൾ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. അപ്പോൾ 20,000 രൂപയിൽ താഴെയുള്ള ടാക്സ് ഫ്രീ ഇൻട്രസ്റ്റ് ഫ്രീ ലോണുകളാണ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആകുന്നുള്ളൂ. 20,000 മീതെയാണ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എന്നുണ്ടെങ്കിൽ അത് ടാക്സിബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ടാക്സ് ഫ്രീ ആയിട്ടുള്ള പെർക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 7 എണ്ണത്തിൽ എന്തെങ്കിലും ലഭിച്ചിട്ടുള്ള ഒരു എംപ്ലോയിക്ക് ഈ പറയുന്നതൊന്നും ടാക്സബിൾ അല്ല. ഇതൊന്നും നമുക്ക് അയാളുടെ ടാക്സ് സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഗ്രോസ് സാലറി സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതില്ല. വി മേ ഇഗ്നോർ ദീസ് ഐറ്റംസ്. ദാറ്റ് ഈസ് വാട്ട് ഇസ് മെൻറ്റ് ബൈ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്. ഓക്കെ, അടുത്ത സ്ലൈഡിൽ ടാക്സബിൾ പെർക്വിസിറ്റ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ടാക്സബിൾ പെർക്വിസിറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ടാക്സബിൾ ഫോർ ഓൾ ആൻഡ് ടാക്സബിൾ ഫോർ സ്പെസിഫൈഡ് കാറ്റഗറി ഓഫ് എംപ്ലോയീസ്. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ടാക്സബിൾ ഫോർ ഓൾ പറഞ്ഞ എല്ലാ എംപ്ലോയീസിനും ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ സാലറി ആൻഡ് സ്റ്റാറ്റസ് ടാക്സബിൾ ആകുന്ന പെർക്വിസിറ്റ്സ് എന്നും, സ്പെസിഫൈഡ് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 50,000 രൂപയിൽ കൂടുതൽ സാലറി ഉള്ളതോ അല്ലെങ്കിൽ ഡയറക്ടർ ആയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് വി കോൾ ദം സ്പെസിഫൈഡ് കാറ്റഗറി ഓഫ് എംപ്ലോയീസ്. അവർക്ക് മാത്രം ടാക്സബിൾ ആകുന്ന പെർക്സും ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് ആക്ച്വലി 9 എണ്ണമാണ് വരുന്നത്. 9 പെർക്വിസിറ്റ്സ് ആർ ദർ വിച്ച് ഇസ് ടാക്സബിൾ ഫോർ ഓൾ. എല്ലാ എംപ്ലോയീസിനും ടാക്സബിൾ ആണ് ഇനി പറയാൻ പോകുന്ന പെർക്സ് എല്ലാം. ഇതും നമ്മൾ ഓൾറെഡി ലിസ്റ്റഡ് ഡൗൺ ആണ്, ലിസ്റ്റഡ് പറഞ്ഞിട്ടുള്ളതാണ്. വീട്, താമസ സൗകര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ. അതുപോലെ എന്തെങ്കിലും ബില്ലോ മറ്റോ പേ ചെയ്യുന്നത്, ഓൾ ദോസ് തിങ്സ്, LIC പ്രീമിയംസ്, മൂവബിൾ അസറ്റ്സ്, ഇതിൻ്റെയൊക്കെ വിത്തിൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള നോട്ട്സും കൂടി യു ഷുഡ് നോട്ട് ഡൗൺ. അതായത് ചിലതിൻ്റെ വാല്യുവേഷൻ ഞാൻ ഇവിടെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള വാല്യുവേഷൻസ് ആർ ഗിവൺ ഇൻ അനദർ സെക്കൻഡ് പാർട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് യൂസ് ഈ 4th പോയിന്റിൽ യൂസ് ഓഫ് മൂവബിൾ അസറ്റ് അതർ ദാൻ ലാപ്ടോപ്സ് എന്ന് പറയുന്നുണ്ട്. ലാപ്ടോപ്സ് അല്ലാത്ത മൂവബിൾ അസറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ടാക്സബിൾ ആയിട്ടുള്ളൊരു പെർക്വിസിറ്റ് ആണ്. ആൻഡ് അതിൻ്റെ വാല്യൂ ആണ് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് 10% ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓർ ആക്ച്വൽ റെൻറ്റ് പേയബിൾ. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് മൂവബിൾ അസറ്റ്. മൂവബിൾ അസറ്റ് ലാപ്ടോപ്പ് അല്ലാതെ മൂവബിൾ അസറ്റിൻ്റെ വാല്യൂ. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ. എന്തെങ്കിലും മൂവബിൾ അസറ്റ് സെയിലോ ട്രാൻസ്ഫറോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യുവേഷനാണ് ഇറ്റ് ഈസ് ആക്ച്വൽ കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമുക്ക് ഒരാളുടെ സാലറി ഐറ്റംസ് തരുമ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ അലവൻസസും സാലറിയും കമ്പോണൻസും കമ്മീഷനൊക്കെ നമ്മൾ കണ്ടുള്ളൂ. പക്ഷേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസിൽ ദ എംപ്ലോയി ഷുഡ് ഹാവ് റിസീവ്ഡ് സം ഓഫ് ദ പെർക്സ് വി ആർ ഡിസ്കസിങ് നൗ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വാല്യുവേഷൻ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് പെർക്സ് എന്ന് അറിഞ്ഞിരിക്കണം, അതെങ്ങനെ വാല്യൂ ചെയ്യുമെന്നും അതെങ്ങനെയാണ് അയാളുടെ ഗ്രോസ് സാലറി സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതേണ്ടതെന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് ടാക്സബിൾ എന്നും ഏതൊക്കെയാണ് ടാക്സബിൾ അല്ലാത്തതെന്നും എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഇനി അടുത്ത 4 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ. നേരത്തെ പറഞ്ഞായിരുന്നു ഇറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഫ്രീ ആണെങ്കിൽ ടാക്സ് ഫ്രീ ആണ്. പക്ഷേ ഇഫ് ഇറ്റ് എക്സീഡ്സ് 20,000 അതിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് 20,000 രൂപ കൂടുതൽ
ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് SBI പറയുന്ന റേറ്റിൽ ഇൻട്രസ്റ്റ് അതിൻ്റെ വാല്യൂ ആയിട്ട് കാണിക്കേണ്ടതാണ്. സപ്പോസ് ഇഫ് എൻ എംപ്ലോയർ ഹാസ് ഗിവൻ 25,000 ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ 25,000 രൂപയ്ക്ക് സാധാരണഗതിയിൽ SBI എത്ര റേറ്റ് ആണോ ചാർജ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്, ആ ഇൻട്രസ്റ്റ് ആണ് അതിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ അയാളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കേണ്ടത്. ഇത് നമ്മൾ വാല്യുവേഷൻ പഠിക്കും നമ്മൾ, എങ്കിലും ചിലതിൻ്റെയൊക്കെ ഞാൻ ഇവിടെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, വാല്യുവേഷനിൽ സ്പെഷ്യലായിട്ട് കാണിച്ചിട്ടില്ല. അതുപോലെ ഗിഫ്റ്റ് എല്ലാം 5,000 രൂപ വരെ എക്സെപ്റ്റും 5,000 കൂടുതലുള്ള ഗിഫ്റ്റുകളെല്ലാം ടാക്സബിളുമാണ്. ഓക്കെ, ഹോളിഡേ എൻജോയ്മെൻറ്റ് ആക്ച്വലി എത്രയാണോ എക്സ്പെൻഡ് ആയത് അതുവരേക്കും എക്സെപ്റ്റ് ആണ്, ബാക്കിയുള്ളത് ടാക്സബിൾ ആയിട്ട് വരും. അതുപോലെ ഫുഡ് ഓർ ബിവറേജസ് ടാക്സബിൾ പെർക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ബട്ട് സ്റ്റിൽ ദർ ആർ സം എക്സെംഷൻസ് ഓൾസോ. ടാക്സബിൾ ആണെങ്കിൽ പോലും ചില എന്താ പറയുക കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ടാണ് ബാക്കിക്ക് ടാക്സബിലിറ്റി വരുന്നുള്ളൂ. അതുകൊണ്ടാണ് എക്സെപ്റ്റ് അപ് ടു എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിരിക്കുന്നത്. ഹോളിഡേ എൻജോയ്മെൻറ്റ് നോക്കൂ, ആക്ച്വൽ എക്സ്പെൻഡിച്ചർ വരെ എക്സെപ്റ്റ് ആണ്, അതിൻ്റെ മീതെ ആണെങ്കിൽ മാത്രമേ നമുക്കത് ടാക്സബിലിറ്റി വരുന്നുള്ളൂ. ഫുഡ് ഓർ ബിവറേജസ് ആണെങ്കിൽ 50 രൂപ പെർ മീൽ, 50 രൂപ വരെ, 50 രൂപയിൽ കൂടുതലുള്ള ഫുഡാണെങ്കിൽ 65 രൂപയുടെ മീലാണ് ഡെയിലി കഴിക്കണമെന്നുണ്ടെങ്കിൽ 15 രൂപയ്ക്കാണ് ടാക്സബിലിറ്റി വരുള്ളൂ. ബിക്കോസ് 50 രൂപ വരെ അത് എക്സെപ്റ്റഡ് ആണ്, ബാക്കിക്കാണ് ടാക്സബിലിറ്റി വരാം. അപ്പോൾ ഇത്രയുമാണ് എല്ലാവർക്കും ടാക്സബിൾ ആകുന്ന കാറ്റഗറിയിൽ വരുന്ന 9 പെർക്സ് എന്ന് പറയുന്നത്. ഇനി സ്പെസിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആകുന്ന പെർക്സ് ആണ് അടുത്തത്. അതിലാണ് കാറ്, അതുപോലെ ഗ്യാസ്, ഇലക്ട്രിക് എനർജി, വാട്ടർ എക്സെട്ര, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ടു ഫാമിലി മെമ്പേഴ്സ്, സ്വീപ്പർ, ഗാർഡനർ, വാച്ച്മാൻ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി. ഇത്രയും സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്പെസിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം. ഞാൻ മുന്നൊരു ക്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, any employee who is receiving per annum salary, annual salary of more than 50,000 will be a specified employee. So normally in our case 5,000 രൂപയിൽ കൂടുതൽ സാലറി മേടിക്കുന്ന എല്ലാ എംപ്ലോയീസും സ്പെസിഫൈഡ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ എല്ലാ പെർക്സും എല്ലാവർക്കും ടാക്സബിൾ ആണെന്നാണ് അതിൻ്റെ ഒരു ഇംപ്ലൈഡ് മീനിങ്. കാരണം 5,000 രൂപ താഴെ സാലറി ഉള്ളവരുടെയൊക്കെ പെർക്സ് ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ എംപ്ലോയീസും സ്പെസിഫൈഡ് തന്നെയാണ്. അപ്പോൾ എല്ലാ ഈ പറഞ്ഞ ടാക്സബിൾ ഫോർ ഓളും ടാക്സബിൾ ഫോർ സ്പെസിഫൈഡും എല്ലാം നമ്മൾ ടാക്സബിൾ ആയിട്ട് എല്ലാവർക്കും കാണിക്കേണ്ടത് തന്നെയാണ് വരിക. ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ ഇസ് എക്സിസ്റ്റിംഗ് ഇൻ ദ ഇൻകം ടാക്സ് ആക്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ വാല്യുവേഷനിലേക്ക് നോക്കാം. കാരണം ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാത്തിൻ്റെയും വാല്യൂ എങ്ങനെയാണ് ഗ്രോസ് സാലറി സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ വാല്യുവേഷൻ നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ടതാണ്, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് സ്ലൈഡ്സിൽ കാണിക്കുന്നത്, നിങ്ങളത് വായിച്ച് പിന്നീട് മനസ്സിലാക്കണം. ഐ ഗിവ് യു എ ബ്രീഫ് ഓവർവ്യൂ, ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ളൊരു ഇത് മാത്രമേ തരാൻ പറ്റുള്ളൂ. നോക്കൂ, വി ക്യാൻ സി, നോക്കൂ, റെൻറ്റ് ഫ്രീ ഹൗസ് എങ്ങനെ വാല്യൂ ചെയ്യണം എന്നുള്ളതാണ് ഇനിയുള്ള സ്ലൈഡിൽ പറയുന്നത്. അത് ഗവൺമെൻറ് എംപ്ലോയീസിനാണെങ്കിൽ, അതായത് ഇഫ് എ ഗവൺമെൻറ് എംപ്ലോയി ഈസ് റിസീവിങ് എ റെൻറ്റ് ഫ്രീ ഹൗസ്, ഇറ്റ് ഈസ് ദ ലൈസൻസ് ഫീ ഫിക്സ്ഡ് ബൈ ദ ഗവൺമെൻറ് പ്ലസ് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഇഫ് എനി. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിന് ഒരു വാല്യുവേഷനും അതല്ലാത്ത എംപ്ലോയീസിന് മറ്റൊരു വാല്യുവേഷനാണ്. നോട്ട് നോക്കി വായിച്ച് മനസ്സിലാക്കുക. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ആണ് റെൻറ്റ് ഫ്രീ ഹൗസ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലാത്തവർക്ക് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യണം വെദർ ദ ഹൗസ് ഈസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ ഓർ ഇഫ് ഇറ്റ് ഈസ് ടേക്കൺ ഓൺ റെൻറ്റ് ബൈ ദി എംപ്ലോയർ. ആ രണ്ട് കേസിലും ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഹൗസ് എംപ്ലോയർ ഓൺ ചെയ്യണതാണെന്നുണ്ടെങ്കിൽ അയാൾ എവിടെയാണോ വീടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്, അതായത് പോപ്പുലേഷൻ ഏത് സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ അനുസരിച്ചിട്ടാണ് അതിൻ്റെ വാല്യുവേഷൻ വരുന്നത്. അതാണ് ടീച്ചർ അവിടെ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഇഫ് ദ പോപ്പുലേഷൻ എക്സീഡ്സ് 25 lakhs അപ്പോൾ വാല്യൂ വരുന്നത് 15% ആണ്. ഇഫ് ദ പോപ്പുലേഷൻ ഇസ് ഇൻ ബിറ്റ്വീൻ 10 to 25 lakhs, അതായത് ഈ എംപ്ലോയർ കൊടുത്തിട്ടുള്ള വീട്, അതായത് എംപ്ലോയറുടെ വീടാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ എംപ്ലോയറുടെ വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പോപ്പുലേഷൻ അനുസരിച്ചിട്ടാണ് ആ വീടിൻ്റെ വാല്യുവേഷൻ കണക്കാക്കേണ്ടത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ആ വീട് എംപ്ലോയറുടെ വീടാണെങ്കിൽ എംപ്ലോയറുടെ വീട് എവിടെയാണോ ലൊക്കേറ്റഡ് ആയിട്ടുള്ളത് അവിടുത്തെ പോപ്പുലേഷൻ അനുസരിച്ചിട്ട് ഇറ്റ് മേ ബി ഐദർ 15% or 10% or 7.5% of salary. You should take note of that word salary. I have put it in a single quotation mark because the salary, that word salary has a definition, special definition here as we have seen in the definition of HRA. HRA calculationലെ definition of salary പറഞ്ഞതുപോലെ തന്നെ rent free ഹൗസിൻ്റെ calculationലും we need to have a definition for the word salary. ഓക്കെ, അപ്പോൾ അവിടെ ഈ അതർ എംപ്ലോയീസ്, അതായത് ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലാത്ത എംപ്ലോയീസിനാണ് റെൻറ്റ് ഫ്രീ ഹൗസ് കൊടുത്തതെന്നുണ്ടെങ്കിൽ we should take care to check that whether the house is owned by the employer or if it is taken on rent by the employer. അപ്പോൾ രണ്ടാം സെക്ഷനിൽ എംപ്ലോയർ റെൻറ്റിനെടുത്ത് വീടാണ് എംപ്ലോയിക്ക് കൊടുത്തതെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എംപ്ലോയർ കൊടുത്ത റെൻറ്റ് അല്ലെങ്കിൽ 15% ഓഫ് സാലറി വിച്ച് എവർ ഇസ് ലെസ്.
ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻസ് ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പിന്നീട് വായിക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. സോ കേട്ടത് മാത്രം പോരാ, നിങ്ങൾ ഇത് കൂടെ യു ഷുഡ് ഗോ ത്രൂ ഓൾ ദീസ് നോട്ട്സ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഓൺലി ദെൻ യു മേ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് എ പെർട്ടിക്കുലർ പെർക്വിസിറ്റ് ഇൻഡിവിജ്വലി. ഓക്കെ, അപ്പോൾ ഇനി ആ സാലറി ഡെഫിനേഷൻ ഐ ഹാവ് ഗിവൺ ഇറ്റ് ഹിയർ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇറ്റ്സ് ബേസിക് സാലറി പ്ലസ് DA ഫെൻഡേഴ്സ് DP, അത് HRAക്ക് പറഞ്ഞ പോലെ തന്നെയാണ്. പ്ലസ് യു സി ഓൾ ദി ടാക്സബിൾ അലവൻസസ് ആൻഡ് ബോണസ് പ്ലസ് കമ്മീഷൻ. ഇപ്പോൾ നമ്മൾ പെർക്സിൻ്റെ വാല്യുവേഷൻ ചെയ്യുമ്പോൾ മറ്റെല്ലാ ടാക്സബിൾ അലവൻസസും അതുപോലെ ബോണസ് ഉണ്ടെങ്കിൽ അതും, എന്ത് കമ്മീഷൻ ആണെങ്കിലും ആ കമ്മീഷൻ എല്ലാ എമൗണ്ടുകളും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇവിടെ സാലറി. ആ സാലറി കണക്കാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ വാല്യുവേഷൻ കണക്കാക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ വാല്യുവേഷനിൽ ഈ പറയുന്ന സാലറി ഡെഫിനേഷനിൽ എല്ലാ എമൗണ്ടുകളും മുന്നേ തന്നെ കയറി വന്നിട്ടുണ്ടായിരിക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ വാല്യുവേഷൻ നടത്തുക. ഐ തിങ്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് ഈസി ആവും. ഓക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ വാല്യൂവിൽ നിന്ന് രണ്ടാമത്തെ നോട്ടൊന്ന് ശ്രദ്ധിക്കൂ. എനി എമൗണ്ട് പെയ്ഡ് ഓർ പേയബിൾ ബൈ ദ എംപ്ലോയി ഷാൽ ബി ഡിഡക്റ്റഡ്. അതായത് എംപ്ലോയി എന്തെങ്കിലും പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ, അപ്പോൾ ആ വാല്യൂ നമുക്കതിന് മൈനസ് ചെയ്യാം. നമുക്കിതിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അത്രയുമാണ് റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ വാല്യുവേഷൻ. ഇതെല്ലാം വായിച്ച് നോക്കുക. സ്വീപ്പർ, ഗാർഡനർ, വാച്ച്മാൻ, ഇതൊക്കെ അവരുടെ ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ബൈ ദി എംപ്ലോയർ തന്നെയാണ് വാല്യുവേഷനായിട്ട് വരുന്നത്. എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ആണെങ്കിൽ എംപ്ലോയറുടെ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ എംപ്ലോയിയുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ 1000 രൂപ വരെ എക്സെംപ്റ്റും, അതിന് മീതേക്ക് ചിലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ 1000-ന് മീതെയുള്ള തുകകൾക്ക് ടാക്സബിലിറ്റി വരും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എ എന്ന് പറയുന്ന പോയിന്റ്, അതായത് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി എയിൽ പറയുന്നത് ഇഫ് ഇറ്റ് എക്സീഡ്സ് 1000-ലധികമാണെങ്കിൽ, ഇഫ് ദ എംപ്ലോയറുടെ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷനോ ഫോർ ഓൺ ചൈൽഡിനോ ആണെന്നുണ്ടെങ്കിൽ എക്സസ് ഓഫ് ദാറ്റ് 1000 വിൽ ബി ടാക്സബിൾ. വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് എഡ്യൂക്കേഷൻ നടത്തിയത്, അതിൻ്റെ എക്സ്പെൻഡിച്ചറാണ് റീംബേഴ്സ് ചെയ്തത് എംപ്ലോയർ എന്നുണ്ടെങ്കിൽ, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എന്താണോ കോസ്റ്റ് വരുന്നത് അത് തന്നെ ടാക്സബിൾ ആയിട്ട് കാണിക്കേണ്ടി വരും, വാല്യൂ ആയിട്ട് കാണിക്കേണ്ടി വരും. വാട്ട് വി ആർ ഡിസ്കസിങ് ഈസ് എത്ര വാല്യൂ ആണ് പെർക്സിൻ്റെ എന്ന് നമുക്ക് ഗ്രോസ് സാലറി സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കേണ്ടത്, അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇതൊക്കെ പെർക്സ് ആണ്. എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഈസ് എ പെർക്ക്, വൺ ഓഫ് എ പെർക്സ്. അപ്പോൾ അത് കിട്ടുന്ന ഒരു എംപ്ലോയിയുടെ സാലറി സ്റ്റേറ്റ്മെൻറ്റിൽ എത്ര വാല്യൂ കാണിക്കണം എന്നാണ് ചോദിക്കുന്നത്, നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കൂ. മൂവബിൾ അസറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നോട്ട് ഞാൻ പറയുന്നത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. യു പോസ്റ്റ് ഡൗൺ ദിസ് PPT സ്ലൈഡ് ആൻഡ് യു ടേക്ക് ഡൗൺ ദ നോട്ട്സ് ആൻഡ് ഡിസ്കസ് ആൻഡ് റെഫർ വെൻ വി വർക്ക് ഔട്ട് എ പ്രോബ്ലം. ഓക്കെ, നെക്സ്റ്റ് ഈസ് മോട്ടോർ കാർ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മോട്ടോർ കാർ വാല്യുവേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ടതാണ്. എംപ്ലോയർ ഓൺ ചെയ്യുന്ന കാറിൻ്റെ വാല്യുവേഷനും ഉണ്ട്, എംപ്ലോയി ഓൺ ചെയ്യുന്ന കാറിൻ്റെ വാല്യുവേഷനും ഉണ്ട്. ഇവിടുത്തെ സ്ലൈഡിൽ പറയുന്നത് കാർ ഓൺഡ് ബൈ ദി എംപ്ലോയർ, അതായത് എംപ്ലോയറുടെ കാറാണ് എംപ്ലോയിക്ക് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് വാല്യുവേഷൻ ആണ്. അതുപോലെ എംപ്ലോയിയുടെ കാറാണ്, എംപ്ലോയി ഓൺ ചെയ്യുന്ന കാറിന് റീഇംബേഴ്സ്മെൻ്റ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മറ്റൊരു തരം വാല്യുവേഷൻ ആണ്. അപ്പോൾ ഇതിൽ എംപ്ലോയറുടെ കാറാണെങ്കിൽ അതിൽ 3 ക്ലാസ്സസ് ഉണ്ട്. അത് ഓഫീസ് പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്തതാണോ, അതോ പേഴ്സണൽ പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്തതാണോ, അതോ രണ്ടിനും കൂടി ചേർന്ന് യൂസ് ചെയ്തതാണോ. and അടുത്തതിൽ അങ്ങനെ പറയുന്നത് നോക്കൂ, വെദർ യൂസ്ഡ് ഫോർ ഓഫീസ് പർപ്പസസ്, യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസസ്, ഓർ വെദർ യൂസ്ഡ് പാർട്ട്ലി ഫോർ ഓഫീസ് ആൻഡ് പാർട്ട്ലി ഫോർ പേഴ്സണൽ പർപ്പസസ്. അങ്ങനെ വരുന്ന 3 കേസസിലും 3 വാല്യൂ ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓഫീസ് പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്തതാണെങ്കിൽ വാല്യുവേഷൻ ഇസ് നിൽ. പേഴ്സണൽ പർപ്പസസിനാണെങ്കിൽ that is given what should be the value of motor car if the car is owned by the employer and if it is used for personal purpose, the value is given. Okay, ini if the car is owned by the employer and it is used partly for office and partly for personal purpose, that valuation is very very different. Noku, a table is given, you take note of this table. അപ്പോൾ കാറ് വലുതാണോ നോക്കണം, ചെറുതാണോ നോക്കണം. ഇനി എക്സ്പെൻസസ് എംപ്ലോയർ ആണോ മീറ്റ് ചെയ്തിരിക്കുന്നത്, അതോ എക്സ്പെൻസസ് എംപ്ലോയി ആണോ മീറ്റ് ചെയ്തിരിക്കുന്നത് നോക്കണം. ഇതെല്ലാം കൂടി നോക്കിയിട്ട് വേണം നമ്മൾ എമൗണ്ട് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ ഒരു പേജ് ഓഫ് PPT ഓർ ആ നോട്ട്ബുക്കിൽ ആ പേജ് ഷുഡ് ബി ഇൻ യുവർ മൈൻഡ്. എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ എഴുതാൻ പറ്റുള്ളൂ. ഇറ്റ്സ് വെരി ഈസി. 4 എമൗണ്ടുകളാണ്, 1800, 2400, 600, 900. ഈ 4 എമൗണ്ടുകളിൽ ഏതും ഡിപ്പെൻസ് അപ്പോൺ കണ്ടീഷൻസ്. അതെല്ലാം പ്രോബ്ലത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരിക്കും. വെദർ ദ കാർ ഇസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ, whether it is used for partly for office and partly for personal purpose, whether the expenses are met by the employer, whether the expenses are met by the employee, whether it is a small car or a large car. All the details ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു വാല്യൂ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് വിൽ ഓൾ ബി സപ്ലൈഡ് ഇൻ യുവർ പ്രോബ്ലം. തന്നിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് നമുക്ക് പിന്നീട് റെഫർ ചെയ്ത് പ്രോബ്ലം ചെയ്യാം. ഡ്രൈവർ ഉണ്ടെങ്കിൽ 900 പെർ മന്ത് ഡ്രൈവറിൻ്റെയും കൂടി വാല്യൂ നമുക്കതിൽ ആഡ് ചെയ്ത് കാണിക്കണം. അതൊക്കെയാണ് ഇതിൻ്റെ മീനിങ്.
ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് ഇൻ എ ക്ലാസ് റൂം യു ഷുഡ് ഹാവ് എക്സ്പ്ലെയിൻ ഇറ്റ് മോർ ബെറ്റർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു, കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ വർക്കൗട്ട് ചെയ്യാമായിരുന്നു. പ്ലീസ് forgive for these limitations of a presentation through online modes. ഓക്കെ, അടുത്തത് ഓൺ ബൈ ദി എംപ്ലോയി ആണ്. എംപ്ലോയി ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡീറ്റെയിൽസ് റൂൾസ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഐ സപ്പോസ് നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കിയിട്ടേ വരാവൂ, അതർവൈസ് യു കാൺ വർക്ക് ഔട്ട് ദ പ്രോബ്ലംസ്. ഓക്കെ, ദിസ് ഈസ് എ വാല്യുവേഷൻ ഇഫ് ദ കാർ ഈസ് ഓൺഡ് ബൈ ദി എംപ്ലോയി. ഓക്കെ, ഓക്കെ, ആ കാറിൻ്റെ കപ്പാസിറ്റി കൂടി പറയാം. നമ്മൾ കാറ് വലുതാണോ ചെറുതാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി, ദാറ്റ് സി സി നോക്കിയിട്ടാണ്. 1.6 ലിറ്റർ സി സി ഓർ കുറവാണെന്നുണ്ടെങ്കിൽ സ്മോൾ കാറും 1.6 മീതെ ആണെന്നുണ്ടെങ്കിൽ ലാർജ് കാറായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഐ തിങ്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യുവേഷൻ കുറച്ചുകൂടി റെഫർ ചെയ്തിട്ട് ചെയ്യാം. ഇത് നോട്ട്സ് ആക്കിയിട്ട് എൻ്റെ സ്റ്റുഡൻസ് ഗൂഗിൾ ക്ലാസ് റൂമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത നോട്ട്സ് കയ്യിൽ വെച്ചിട്ട് വേണം പ്രോബ്ലംസ് ചെയ്യാൻ. അതല്ലാത്തവർ വീഡിയോസ് വാച്ച് ചെയ്യുന്നവർ PPT സ്ലൈഡ്സ് നോക്കി നോട്ട് കോപ്പി ഡൗൺ ചെയ്തിട്ട് വേണം പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. അതർവൈസ് യു കാൺ വർക്ക് ഔട്ട്. ആക്റ്റിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ആക്ട് ഇത് ചെയ്തിട്ടുള്ളത്, ആക്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ടാണ്. അപ്പോൾ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യുവേഷൻ എളുപ്പമല്ല. സോ ഐ ബിലീവ് you copy down the notes and go through the notes, then only we may work out the problem. I think this my explanations were too wide to listen, but try to listen to the video clips also. Okay, thank you. I wind up. Okay, bye, see you tomorrow.